അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന വ ഹബീബിന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ, ഒന്ന് മരിച്ചിരുന്നെങ്കിൽ എന്ന് പല ആളുകളും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ആഗ്രഹിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്. ഒന്നുകിൽ കടുത്ത രോഗങ്ങൾ കാരണത്താൽ മാറുന്നില്ല, വിട്ടുമാറാത്ത രോഗം, അല്ലെങ്കിൽ വിട്ടുമാറാത്ത ജീവിതത്തിലെ കടുത്ത പരീക്ഷണങ്ങൾ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുക, മരണത്തെ കൊതിക്കുക പല ആളുകളിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരമൊരു സാഹചര്യം ഒരാൾക്കുണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലാ യതമന്നയന്ന അഹദുക്കുമുൽ മൗത്ത്, നിങ്ങളിൽ ഒരാളും മരണത്തെ ആഗ്രഹിക്കരുത്. എന്ന് പറഞ്ഞാൽ ഒന്ന് മരിച്ചിരുന്നെങ്കിൽ, ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കരുത്. മിൻ ദുർരിൻ അസാബഹു, തനിക്ക് ബാധിച്ച ഒരു പ്രയാസം കാരണത്താൽ ഒരു ബുദ്ധിമുട്ട് തന്നെ ബാധിച്ചു, അപ്പോൾ മരിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്. ഫഇൻ കാന ലാ ബുദ്ദ ഫാഇലൻ, അത്തരമൊരു സാഹചര്യം വരികയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ കടുത്ത പരീക്ഷണം വരുന്ന സന്ദർഭത്തിൽ മരണത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ, നിങ്ങൾക്ക് മറ്റൊരു മാർഗമില്ല എന്ന് തോന്നുകയാണെങ്കിൽ, അപ്പോഴും നിങ്ങൾ എന്താണ് പറയേണ്ടത്? ഫലിയഖുൽ, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. എന്താണ്? അല്ലാഹുമ്മ അഹ്യിനി, അല്ലാഹുവേ നീ എന്നെ ജീവിപ്പിക്കണമേ. മാ കാനത്തിൽ ഹയാത്തു ഖൈറല്ലി, ജീവിതമാണ് എനിക്ക് ഖൈറെങ്കിൽ. കാരണം അത് അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ, നമുക്ക് നമ്മുടെ ഭാവിയെക്കുറിച്ച് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ പാടില്ല. നമുക്കറിയാം, ഇസ്ലാം കടുത്ത ശിക്ഷ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള തിന്മയാണ് ആത്മഹത്യ. ഒരാൾക്ക് സ്വന്തം ജീവനെ ഒടുക്കാൻ അവകാശമില്ല. കാരണം അള്ളാഹു നൽകിയതാണ് ജീവൻ, ജീവിതം. അത് സ്വന്തമായി അവസാനിപ്പിക്കുവാൻ ഒരാൾക്കും അവകാശമില്ല. അതുകൊണ്ട് തന്നെ ആത്മഹത്യ കടുത്ത പാപമാണ്. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഖൈറുകളുണ്ടാവാം, അത് റഹ്മാനായ റബ്ബിനാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദുആ ഇങ്ങനെയാണ്, അല്ലാഹുമ്മ അഹ്യിനി, അല്ലാഹുവേ നീ എന്നെ ജീവിപ്പിക്കണമേ. മാ കാനത്തിൽ ഹയാത്തു ഖൈറല്ലി, ജീവിതമാണ് എനിക്ക് ഖൈറെങ്കിൽ. വതവഫനി, അല്ലെങ്കിൽ നീ എന്നെ മരിപ്പിക്കണമേ. ഇദാ കാനത്തിൽ വഫാത്തു ഖൈറല്ലി, മരണമാണ് എനിക്ക് ഖൈറെങ്കിൽ, നല്ലതെങ്കിൽ. അപ്പോൾ അത് അള്ളാഹുവിനെ അറിയുള്ളൂ. ഒരാൾ മരിക്കലാണോ അയാൾക്ക് പരലോകത്ത് ഖൈറ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടാനും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഖൈറ് ഇപ്പോൾ മരിക്കലാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഖളാഇന് വിട്ടുകൊടുക്കുക, അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുക. നമുക്കതിൽ ഒന്നും ചെയ്യാനില്ല. അള്ളാഹുവിൻ്റെ ഖളാഇനെയോ ഖദറിനെയോ തടയാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് അതെല്ലാം റഹ്മാനായ റബ്ബിന് നമ്മൾ വിട്ടുകൊടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ റബ്ബിനോട് പറയുന്നത്, അള്ളാഹുവേ നീ എന്നെ ജീവിപ്പിക്കണം, എനിക്ക് ജീവിതമാണ് നല്ലതെങ്കിൽ. അല്ലെങ്കിൽ വതവഫനി, നീ എന്നെ മരിപ്പിക്കണം. ഇദാ കാനത്തിൽ വഫാത്തു ഖൈറല്ലി, മരണമാണ് എനിക്ക് നല്ലതെങ്കിൽ. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽപ്പെട്ടതാണ്, അല്ലാഹുമ്മ ബിഇൽമിക്കൽ ഗൈബ്, അല്ലാഹുവേ നിൻ്റെ അദൃശ്യജ്ഞാനത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുന്നു. വഖുദ്റതിക അലൽ ഖൽഖ്, സൃഷ്ടികളുടെ മേലുള്ള നിൻ്റെ കഴിവ്. എന്ന് പറഞ്ഞാൽ ഗൈബ് അറിയുന്നത് അള്ളാഹുവിനാണ്, നമുക്കറിയില്ലല്ലോ. മാത്രമല്ല നമ്മുടെ കാര്യങ്ങൾ മാറ്റിമറിക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇപ്പോൾ ഒരു പരീക്ഷണമുണ്ടെങ്കിൽ നാളെ ആ പരീക്ഷണം മാറിയേക്കാം, നമുക്ക് നന്മകൾ വരുന്ന ഒരു സാഹചര്യമുണ്ടായേക്കാം. അതിനെല്ലാം കഴിവുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്, എല്ലാം അറിയുന്നവനും അല്ലാഹുവാണ്. അതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു പ്രവാചകൻ, അല്ലാഹുമ്മ ബിഇൽമിക്കൽ ഗൈബ്, അല്ലാഹുവേ നിൻ്റെ അദൃശ്യജ്ഞാനത്തെ മുൻനിർത്തിക്കൊണ്ട്, വഖുദ്റതിക അലൽ ഖൽഖ്, സൃഷ്ടികളുടെ മേലുള്ള നിൻ്റെ കഴിവിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അഹ്യിനി, നീ എന്നെ ജീവിപ്പിക്കണം. മാ അലിംതൽ ഹയാത ഖൈറല്ലി, ജീവിതമാണ് എനിക്ക് ഖൈറ് എന്ന് നീ അറിയുന്നുവെങ്കിൽ റബ്ബേ. വതവഫനി,
അതേപോലെ നീ എന്നെ മരിപ്പിക്കണമേ ഇദാ കാനത്തിൽ വഫാത്തു ഖൈറല്ലി, മരിക്കലാണ് എനിക്ക് ഖൈറെങ്കിൽ. അതിൻ്റെ അർത്ഥം ഈ ലോകത്ത് രക്ഷപ്പെടുക എന്ന അർത്ഥത്തിലല്ല, മറിച്ച് എല്ലാ ഖൈറും പരലോകത്തും അതാണ് ഖൈറെങ്കിൽ, അഥവാ സ്വർഗം ലഭിക്കും എനിക്ക് ഞാൻ മരണപ്പെട്ടാലും, ഇപ്പോൾ മരിക്കലാണ് എനിക്ക് സ്വർഗം ലഭിക്കാൻ ഖൈറെങ്കിൽ അള്ളാഹുവേ നീ എന്നെ മരിപ്പിക്കണമേ. അതല്ല ജീവിക്കലാണ് എനിക്ക് പരലോകത്തേക്ക് ഖൈറെങ്കിൽ നീ എന്നെ ജീവിപ്പിക്കുകയും ചെയ്യണമേ. കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആയുസ്, ജീവിതം എന്ന് പറയുന്നത് അതവർക്ക് വലിയ ഖൈറാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ യതമന്ന അഹദുക്കും അൽ മൗത്ത്, നിങ്ങളിൽ ഒരാളും മരണത്തെ ആഗ്രഹിക്കരുത്, മരണത്തെ കൊതിക്കരുത്. വലാ യദ്ഉ ബിഹി മിൻ ഖബ്ലി അൻ യഅതിയഹു, മരണം വരുന്നതിന് മുമ്പ് മരണം വരണേ എന്നെ മരിപ്പിക്കണേ എന്ന് മാത്രം നിങ്ങൾ ദുആ ചെയ്യുകയും ചെയ്യരുത്. കാരണം ഇന്നഹു ഇദാ മാത അഹദുക്കും ഇൻഖതഅ അമലുഹു, നിങ്ങളിൽ ഒരാൾ മരണപ്പെട്ടാൽ നിങ്ങളുടെ അമല് മുറിഞ്ഞു പോകും. അതുകൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ മാത്രം അമലുണ്ടോ അത് നിങ്ങൾക്കറിയില്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രം അമലുണ്ടോ അത് നമുക്കറിയില്ല. അതുകൊണ്ട് മരിച്ചാൽ അമലുകൾ മുറിഞ്ഞുപോയി. അതുകൊണ്ട് മരണത്തിനു വേണ്ടി നിങ്ങൾ ദുആ ചെയ്യരുത്, മരണത്തെ നിങ്ങൾ കൊതിക്കുകയും ചെയ്യരുത്. വ ഇന്നഹു ലാ യസീദുൽ മുഅ്മിന ഉംറുഹു ഇല്ലാ ഖൈറാ, ഒരു മുഅ്മിനിന് തൻ്റെ ആയുസ് ഖൈറല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല. അപ്പോൾ നാം യഥാർത്ഥ വിശ്വാസികളാണോ എങ്കിൽ ദീർഘായുസ് നമുക്ക് ഖൈറ് മാത്രമാണ് നൽകുന്നത്. മാത്രമല്ല തിന്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തൗബ ചെയ്യാനും ആരോടെങ്കിലുമൊക്കെ ഹക്കിടപാടുകളുണ്ടെങ്കിൽ അതൊക്കെ പൂർത്തീകരിക്കുവാനും നമുക്ക് ആയുസ് ആവശ്യമുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വലാ യതമന്നയന്ന അഹദുക്കും അൽ മൗത്ത്, നിങ്ങളിൽ ഒരാളും മരണത്തെ ആഗ്രഹിക്കരുത്. ഇമ്മാ മുഹ്സിനൻ ഫലഅല്ലഹു അൻ യസ്ദാദ്, നിങ്ങൾ നല്ല മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ നന്മകൾ വർദ്ധിപ്പിക്കാമല്ലോ. അതുകൊണ്ട് ഫലഅല്ലഹു അൻ യസ്ദാദ ഖൈറാ, ആ വ്യക്തിക്ക് കൂടുതൽ ഖൈറുകൾ വർദ്ധിപ്പിക്കാൻ പറ്റും. എന്നാൽ വ ഇമ്മാ മുസീഅൻ, തെറ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണെങ്കിലോ ഫലഅല്ലഹു അൻ യസ്തഅതിബ്, അയാൾക്കതിൽ നിന്ന് ഖേദിച്ചു മടങ്ങാനും തൗബ ചെയ്യാനും മറ്റുള്ളവരുടെ അവകാശങ്ങളൊക്കെ അവർക്ക് വകവെച്ചു കൊടുക്കാനും എല്ലാമുള്ള അവസരങ്ങൾ അയാൾക്കുണ്ടാകും. അതുകൊണ്ട് മരണത്തെ നിങ്ങൾ ആഗ്രഹിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറാബിയായ ഒരു മനുഷ്യൻ ചോദിച്ചത്, യാ റസൂലല്ലാഹ് മൻ ഖൈറുന്നാസ്, ഏറ്റവും നല്ല മനുഷ്യനാരാണ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, കൂടുതൽ ആയുസ് ലഭിക്കുകയും ആ ആയുസ്സിലെല്ലാം നന്മകൾ ചെയ്യുകയും ചെയ്യുന്നതാരാണോ അവരാണ് ഏറ്റവും നല്ല മനുഷ്യർ. എന്ന് പറഞ്ഞാൽ ഒരു യഥാർത്ഥ മുസ്ലിമിന് ആയുസ് വർദ്ധിക്കുകയാണെങ്കിൽ അത് ഖൈറിലാണ് വർധനവുണ്ടാകുന്നത്, അത് അയാളുടെ ഖൈറിനെ സൂചിപ്പിക്കുന്നു എന്നാണ്. മറ്റൊരു പ്രാർത്ഥനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, വജ്അലിൽ ഹയാത സിയാദതൻ ലീ ഫീ കുല്ലി ഖൈരിൻ വജ്അലിൽ മൗത റാഹതൻ ലീ മിൻ കുല്ലി ശർരിൻ. അല്ലാഹുവേ, എൻ്റെ ജീവിതത്തെ എനിക്ക് നീ എല്ലാ ഖൈറുകളിലും വർധനവുണ്ടാക്കുന്ന രൂപത്തിൽ നീ എനിക്ക് നൽകണമേ, അതിനുള്ള തൗഫീഖ് നൽകണമേ, എൻ്റെ ജീവിതത്തെ ഖൈറുകൾ വർദ്ധിപ്പിക്കുവാൻ നീ എന്നെ സഹായിക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ ഷർറുകളിൽ നിന്നും രക്ഷപ്പെടുന്നതായി എനിക്ക് നീ മരണത്തെ നൽകണമേ, അഥവാ മരിക്കുകയാണെങ്കിൽ അത് ഷർറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കണം. അതേപോലെ തന്നെ ജീവിതം നീ എനിക്ക് ഖൈറുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നൽകണം. ആ നിലക്ക് കൂടുതൽ ഖൈറുകൾ വർദ്ധിപ്പിച്ച് കിട്ടാൻ വേണ്ടി ജീവിതത്തെയാണ് നാം റഹ്മാനായ റബ്ബിനോട് ആവശ്യപ്പെടേണ്ടത്. മരണത്തെ നാം കൊതിക്കരുത്. അതെത്തുന്നതിന് മുമ്പ് മരണത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാനും പാടില്ലാത്തതാണ്. ഇനി ഒരു നിലക്കും ഒരു രക്ഷയില്ല എന്നൊരാൾക്ക് തോന്നുമ്പോൾ പോലും ആത്മഹത്യ അല്ല പരിഹാരം, മരിപ്പിക്കണേ എന്ന് മാത്രം പ്രാർത്ഥിക്കലുമല്ല പരിഹാരം, മറിച്ച് അത് അള്ളാഹുവിനെ വിട്ടുകൊടുക്കുക. അള്ളാഹുവേ, നീ അറിയുന്നുവെങ്കിൽ ജീവിതമാണ് എനിക്ക് ഖൈറെന്ന് നീ അറിയുന്നുവെങ്കിൽ, അല്ലാഹുമ്മ അഹീനി മാ കാനത്തിൽ ഹയാത്തു ഖൈറല്ലി വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറല്ലി, ജീവിതമാണ് എനിക്ക് ഖൈറെന്ന് നീ അറിയുന്നുവെങ്കിൽ റബ്ബേ നീ എന്നെ ജീവിപ്പിക്കണമേ, മരണമാണ് എനിക്ക് ഖൈറെന്ന് നീ അറിയുന്നുവെങ്കിൽ നീ എന്നെ മരിപ്പിക്കണമേ. ഈ നിലക്കുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇക്കാര്യം നാം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ കടുത്ത പരീക്ഷണങ്ങളിലും ക്ഷമ അവലംബിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. കൂടുതൽ ആയുസ്, ആ ആയുസ്സിൽ കൂടുതൽ നന്മകൾ ചെയ്യാനും തൗബ ചെയ്യാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.